പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ മാലൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. 5 വീടുകളാണ് മാലൂർ പഞ്ചായത്ത് പരിധിയിൽ ഈ മഴക്കാലത്ത് പൂർണ്ണമായും തകർന്നു വീണത്. യോഗം കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിലൊഴികെ ബാക്കി എല്ലായിടത്തും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി ഉണ്ടായിരുന്നതാണ് വസ്തുത. പടിയൂർക്കരയാട് പഞ്ചായത്തിലും കൂടാളി പഞ്ചായത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ കോളയാട്, ചിറ്റാരിപ്പറമ്പ്, മാലൂര്, മാങ്ങാട്ടിടം, കീഴല്ലൂർ, മട്ടന്നൂർ നഗരസഭ ഇത്രയും ഭാഗത്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് മാങ്ങാട്ടിടം പഞ്ചായത്തിലും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലുമാണ്. ഒരുപാട് വീടുകളിലേക്ക് വെള്ളം എത്തിച്ച് കയറി വാസയോഗ്യമല്ലാതായി മാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. മറ്റുള്ളിടത്തും കുറേശ്ശെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാലൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും വെള്ളം കയറി പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി തകർന്നു പോയത് 5 വീടുകളാണ്. 6 വീടാണ് സാധാരണ താമസിച്ചു വരുന്ന വീടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. ബാക്കിയുള്ളത് ആളുകൾ താമസിക്കുന്ന വീട് തന്നെയാണ്. 5 വീടുകൾ പൂർണ്ണമായും തകർന്നു പോയത്. കുണ്ടേരിപ്പൊയിൽ വാർഡിലെ കുർമാണി മനോജ്, ചെക്യോടൻ വാസു, മൂര്യൻ സുരേന്ദ്രൻ, പള്ളിപ്രവൻ പ്രകാശൻ എന്നിവരുടെ വീടുകളും നിട്ടാറമ്പ് വാർഡിലെ പറമ്പൻ പത്മിനിയുടെ വീടുമാണ് പ്രളയത്തിൽ തകർന്നത്. സർക്കാർ സഹായങ്ങൾക്ക് പുറമെ നാട്ടുകാരുടെ സഹകരണത്തോടെ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ച ശേഷം 2 വാർഡിലും പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കും. 2 കമ്മിറ്റികളും ചേർന്ന് പറ്റാവുന്നത്ര സഹായം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച 5 കുടുംബങ്ങൾക്കുമായി വീടൊരുക്കും. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ, പഞ്ചായത്ത് അംഗം രേഷ്മ സജീവൻ, സെക്രട്ടറി മഞ്ജുള, ടി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.